Okay, next we will discuss about transformed circuit. എങ്ങനെയാണ് ഒരു ടൈം ഡൊമൈനുള്ള സർക്യൂട്ടിനെ നമ്മൾ എസ് ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതായത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് സർക്യൂട്ടിലെ എലമെൻറ്റ്സ്, ബേസിക് എലമെൻറ്റ്സ് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്കറിയാം റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്ററാണ്. ഇതൊക്കെയുള്ള ഒരു സർക്യൂട്ടിനെ നമ്മൾ എങ്ങനെയാണ് എസ് ഡൊമൈനിലേക്ക് മാറ്റുന്നത്, എന്നിട്ട് എങ്ങനെയാണ് നമ്മളതിനെ സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ടൈം ഡൊമൈനിൽ നിന്ന് മാറ്റുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു റെസിസ്റ്ററിനെ എങ്ങനെയാണെന്ന് നോക്കാം. വി ഹാവ് എ റെസിസ്റ്റർ. ആർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ റെസിസ്റ്ററിന് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇൻ ടൈം ഡൊമൈൻ എല്ലാം വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ വി ഓഫ് ടി ആൻഡ് ഐ ഓഫ് ടി ഈസ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ റെസിസ്റ്റർ. നൗ the voltage current relationship in time domain നമുക്ക് എങ്ങനെ എഴുതാം? വി ഓഫ് ടി ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആർ ഇൻറ്റു ഐ ഓഫ് ടി. ഓക്കെ, ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡൊമൈൻ റിലേഷൻഷിപ്പ് ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റുമ്പോൾ ഈ ബേസ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളതൊക്കെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എസ് ആക്കി മാറ്റുമ്പോൾ വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് എസ്. വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സർക്യൂട്ട് ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റുമ്പോൾ അപ്പോൾ എങ്ങനെ മാറും എന്ന് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് വി ഓഫ് ടി മാറി എന്തായി? വി ഓഫ് എസ് ആയി. ഐ ഓഫ് ടി മാറി ഐ ഓഫ് എസ് ആയി. ആർ റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്. ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് ഇൻറ്റു ഫ്രീക്വൻസി ഡൊമൈൻ ഫ്രോം ടൈം ഡൊമൈൻ. ഇനി രണ്ടാമത്തെ ആൾ നമുക്കറിയാം. സെക്കൻഡ് വൺ ആരാ? നമ്മളെപ്പോഴും പറയുന്ന ഇൻഡക്ടർ. അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ കുറച്ച് ഒരു കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. കെനെ നമ്മൾ ടൈം ഡൊമൈനിന് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ കോൺസ്റ്റൻ്റ് വാല്യൂവിന് മാറ്റൊന്നും വരുന്നില്ല. ഇനി നമുക്കൊരു ഡെറിവേറ്റീവ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ആണ് ഡി ബൈ ഡി ടി ഓഫ് ഐ കറണ്ടിനെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഐനെ നമ്മൾ മാറ്റുമ്പോൾ ഐ ഓഫ് എസ് എന്ന് എഴുതി. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എസ് എന്ന് ഡി ബൈ ഡി ടിനെ. ഇനി ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ എന്നാണെങ്കിൽ നമുക്ക് എന്ത് എസ് സ്ക്വയർ ഐ ഓഫ് എസ് എന്ന് മാറ്റാം. ഇനി ഇൻ്റഗ്രൽ ഐ ഓഫ് ടി അല്ലെങ്കിൽ ഐ ഡി ടി എന്നാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഐ ഓഫ് എസ് ബൈ എസ് എന്ന് എഴുതാം. ഇൻ്റഗ്രൽ വന്നാൽ ബൈ എസ്. ഓക്കെ, അങ്ങനെ നമ്മൾ മാറ്റി കൊണ്ടുവരാൻ എഴുതണം. ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്ത ടൈംസിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? വി ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ദിറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് അക്രോസ് ആൻ ഇൻഡക്ടർ. കറണ്ടിന് എങ്ങനെ എഴുതാം? നമുക്ക് ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ബൈ എൽ ഇൻ്റഗ്രൽ 0 ടു ടി വി ഓഫ് ടി ഡി ടി പ്ലസ് ഇനീഷ്യൽ കണ്ടീഷൻ ഐ ഓഫ് 0. ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ മാറ്റാൻ പോവുകയാണ് ഇൻറ്റു ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പോൾ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ നമ്മൾ എങ്ങനെ വരും? ഫസ്റ്റ് ഇക്വേഷൻ വി ഓഫ് ടീനെ മാറ്റുമ്പോൾ നമുക്ക് വി ഓഫ് എസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ എസ് ഇൻറ്റു ഐ ഓഫ് എസ്. ഓക്കെ, മൈനസ് ഒരു ഇൻഡക്ടർ ആകുമ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡക്ടറോ കപ്പാസിറ്ററോ വരാണെങ്കിൽ നമ്മളവിടെ ഒരു ഇനീഷ്യൽ ചാർജ് അല്ലെങ്കിൽ ഇനീഷ്യൽ എനർജി ഉണ്ടായിരിക്കും, അതിനെ കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എസ് ഐ ഓഫ് എസ് മൈനസ് ഐ ഓഫ് 0. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് വി ഓഫ് ടി ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാം. അപ്പോൾ വി ഓഫ് എസ് ബൈ എസ് ആക്കി മാറിയട്ടെ. 1 ബൈ എൽ അവിടെ തന്നെ എഴുതി. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു ടേം വരുന്നുണ്ട് പ്ലസ്. ഇനീഷ്യലി ഇൻഡക്ടറിന് എന്ത് ചെയ്യും? ഈ ഇൻഡക്ടറിൻ്റെ കറണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ കറണ്ട് ഐ ഒ ബൈ എസ്. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിനെ എങ്ങനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് ഒന്ന് വരച്ച് നോക്കാം. ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ ടൈം ഡൊമൈൻ വി ഹാവ് എ ഇൻഡക്റ്റൻസ് എൽ, അതിന് അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി ഓഫ് ടി പ്ലസ് മൈനസ് പോളാരിറ്റി ആൻഡ് കറണ്ട് ഈസ് ഐ ഓഫ് ടി. ഇതിനെ നമ്മൾ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ നമ്മുടെ വി ഓഫ് എസ് ഈക്വൽ ടു എന്നുള്ള ഒരു എക്സ്പ്രഷനിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഇൻഡക്ടർ ദെൻ
ഇതൊരു വോൾട്ടേജ് ആണ്. വി ഓഫ് എസ് ഇസ് എ വോൾട്ടേജ്. അപ്പോൾ ദിസ് ടൈം വിൽ ബി ഒരു വോൾട്ടേജ് ആൻഡ് ദിസ് ടൈം എൽ ഇൻറ്റു ഐ നോട്ട് വിൽ ബി അനദർ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ്, ദിസ് വൺ എൽ ഓഫ് എസ്, ഇവിടെ നമ്മൾ പോകുന്ന കറണ്ട് ഐ ഓഫ് എസ്, ദെൻ വി ഓഫ് എസ് ഇസ് ദ വോൾട്ടേജ്. ഇതിനെ മൈനസ്, കാരണം ഇവിടെ മൈനസ് ആണ്, എൽ ഇൻറ്റു ഐ ഓഫ് 0 ഒരു വോൾട്ടേജ് ആണ്, കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റൻസ്. ഓക്കെ, അതൊരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കറണ്ട് സോഴ്സ് ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി ഓഫ് എസ് ബൈ എൽ ഇൻറ്റു എസ്, വി ഓഫ് എസ് ബൈ എൽ ഇൻറ്റു എസ്, അപ്പോൾ എൽ എസ്. ഓക്കെ, നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിൽ മാറ്റുമ്പോൾ എല്ലിന്ന് മാത്രമായിട്ട് നിൽക്കില്ല, എല്ലിൻ്റെ കൂടെ എപ്പോഴും ഒരു എസ് ടൈം ഉണ്ടായിരിക്കണം. നമ്മൾ ഇൻഡക്ടറിനെ മാറ്റുമ്പോൾ എല്ലിൻ്റെ കൂടെ എപ്പോഴും ഒരു എസ് ടൈം, കപ്പാസിറ്റർ ടൈം ആണെങ്കിൽ ഒരു കറണ്ട് ടൈം ഉണ്ടായിരിക്കും, 1/s ടൈം. ഓക്കെ, അപ്പോൾ വി ഓഫ് എസ് പ്ലസ് മൈനസ് ദെൻ ഐ ഓഫ് എസ് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതുമ്പോൾ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു അതൊരു കറണ്ടാണ്, അപ്പോൾ 1/ls ഇൻറ്റു വി ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ടൈം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ദിസ് വിൽ ബി ആൻ അഡ്മിറ്റൻസ്. ഓക്കെ, 1/l ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു അഡ്മിറ്റൻസ് ടൈം ആയിരിക്കും. അഡ്മിറ്റൻസിൻ്റെ വോൾട്ടേജ് ആണ് കറണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എൽ ഓഫ് എസ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തു. ദെൻ പ്ലസ് അനദർ കറണ്ട് സോഴ്സ് ഐ ഒ ബൈ എസ്, ഐ ഓഫ് ബൈ എസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് ഫോർ എ ഇൻഡക്ടർ. സിമിലർലി വി ഹാവ് ടു ലുക്ക് ഫോർ ദ കപ്പാസിറ്റർ ഓൾസോ. തേർഡ് വൺ നമ്മുടെ എലിമെൻറ്റ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എങ്ങനെ വരും? അപ്പോൾ നമുക്ക് വോൾട്ടേജ് കറണ്ട് റിലേഷൻ കപ്പാസിറ്റർ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ 0 ടു ടി ഐ ഡി ടി, ഐ ഓഫ് ടി കറണ്ട് പ്ലസ് കപ്പാസിറ്ററിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് വി ഒ. ദെൻ കപ്പാസിറ്റർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ വി ഓഫ് ടി മാറി വി ഓഫ് എസ് ആയി. ഓക്കെ, ദെൻ 1/c അവിടെ തന്നെ നിന്നു, മോളിൽ ഐ ഓഫ് എസ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ബൈ എസ്. ഓക്കെ, ദെൻ പ്ലസ് വി ഒ ബൈ എസ്, അതിൻ്റെ ലാപ്ലസ് ട്രാൻസ്ഫോം ഓഫ് കെ ബൈ എസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഇവിടെ കെ അല്ല കെ ബൈ എസ് ആണ് വരെ, കോൺസ്റ്റൻറ്റിന് വി ഒ ബൈ എസ് എഴുതി. ദെൻ രണ്ടാമത്തെ ടൈം ഐ ഓഫ് ടീനെ മാറ്റുമ്പോൾ ഐ ഓഫ് എസ് സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി എസ് ഡി വി ബൈ ഡി ടി, അപ്പോൾ എസ് ഇൻറ്റു വി ഓഫ് എസ്, ദെൻ മൈനസ് ഇറ്റ്സ് ഇൻറ്റേർണൽ വോൾട്ടേജ്, ഇനീഷ്യൽ വോൾട്ടേജ് സി ഇൻറ്റു വി നോട്ട്. നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷനായി കപ്പാസിറ്റീവ് നെറ്റ്വർക്കിന് 1 and 2. ഇപ്പോൾ എക്സ്പ്രഷൻ 1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ്, വോൾട്ടേജ് സോഴ്സ് വി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ദിസ് ടൈം വിൽ ബി എ വോൾട്ടേജ് ആൻഡ് സെക്കൻഡ് ടൈം വിൽ ബി ഓൾസോ എ വോൾട്ടേജ്. നോർമൽ ടൈം ഡൊമൈൻ അനാലിസിസ് ഐ ഓഫ് ടി, വി ഓഫ് ടി, സി, ഈ 3 എലിമെൻറ്റ്സ് ഉണ്ട്, പ്ലസ് മൈനസ്. ഇതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ബേസ്ഡ് ഓൺ ഫസ്റ്റ് എക്സ്പ്രഷൻ നമുക്കൊരു കപ്പാസിറ്റർ, ദെൻ ഐ ഓഫ് എസ് ഇൻറ്റു അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 1/cs, അപ്പോൾ 1/cs വിൽ കംസ് ഹിയർ, ദെൻ പ്ലസ് വി ഒ ബൈ എസ്. ഒരു കപ്പാസിറ്ററിനെ മാറ്റി എഴുതുമ്പോൾ ഇവിടെ നമുക്ക് വി ഓഫ് എസ് ട്രാൻസ്ഫോം ആയിട്ട്. ഇതന്നെ രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ ബേസ്ഡ് ഓൺ സെക്കൻഡ് ഇക്വേഷൻ ഐ ഓഫ് എസ്. അപ്പോൾ ഐ ഓഫ് എസ് വരുമ്പോൾ നമ്മൾ പാരലലായിട്ട് കപ്പാസിറ്ററും അതേപോലെ തന്നെ ഒരു കറണ്ട് സോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് സോഴ്സ് വരിക. വി ഓഫ് എസ് ഫസ്റ്റ് ടൈം സി ഓഫ് എസ് ഇൻറ്റു വി ഓഫ് എസ്, അപ്പോൾ അഡ്മിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്, അഡ്മിറ്റൻസ് സി എസ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ 1/cs വരും. ദെൻ കറണ്ട് വിൽ ബി ഐ ഓഫ് എസ്. ദെൻ സെക്കൻഡ് ടൈം മൈനസ് സി ഇൻറ്റു
വി ഓഫ് സീറോ, മൈനസ് സി ഇൻറ്റു വി ഓഫ് സീറോ. അപ്പോൾ സി ഇൻറ്റു വി ഓഫ് സീറോ മൈനസ് എന്ന് പറയുമ്പോൾ ഐ ഓഫ് എസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇങ്ങനെയാണ് നമുക്ക് ഇൻഡക്റ്റീവ് സർക്യൂട്ടിനെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിനെയും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് പഠിച്ചു. അപ്പോൾ എന്തായാലും ഈ സെക്കൻഡ് നമ്മൾ എക്സ്പ്രഷൻ വോൾട്ടേജിൻ്റെ ടൈമിലുള്ള എക്സ്പ്രഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പ്രോബ്ലംസിൽ അത് ഹെൽപ്ഫുള്ളായിട്ട് വരുള്ളൂ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റെസ്പോൺസ് ഓഫ് ആൻ ആർ എൽ സർക്യൂട്ട്, ആർ സി സർക്യൂട്ട്, ആർ എൽ സി സർക്യൂട്ട്. അപ്പോൾ അതന്നെ നമുക്ക് ബേസിക്കലി ഒന്ന് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ആർ എൽ സർക്യൂട്ടിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് വരിക. We have RL circuit. RL circuit എന്ന് പറയുമ്പോൾ we have a voltage source V, then a switch, R resistance, L inductance. V switch in a downward position, then R, L, current I of t. The switch is closed at t is equal to 0. Switch is closed. എപ്പോഴാണ് t is equal to 0. ഇനി for t greater than 0 transformed network we are going to write. Okay. Transformed network we are going to write. ഇപ്പോൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ടി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, കറണ്ട് ഇൻഡക്റ്റൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല. നമുക്ക് സ്വിച്ച് ഓപ്പൺ ആയിരുന്നു, ഇനി കപ്പാസിറ്റർ ഇനീഷ്യലി ചാർജ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വി മാറി വി ഓഫ് എസ് ആയി, സ്വിച്ച് ക്ലോസ്ഡ് ആയി, റെസിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല. ഇൻഡക്ടറിന് നമുക്ക് ഇനീഷ്യൽ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ടർ മാറ്റുമ്പോൾ എൽ ഇൻറ്റു എസ് ഐ ആർ, ദെൻ ഐ ഓഫ് എസ്. ഓക്കെ, ഇങ്ങനെ വരും നമുക്ക്. ഇനി ഇൻഡക്ടറിന് ചാർജ് ഇനീഷ്യൽ ചാർജ് ഉണ്ടെങ്കിൽ എന്താണ്, ആ ഇൻഡക്ടറിന് സീരീസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് വയ്ക്കും, ഓപ്പോസിറ്റ് പൊളാരിറ്റി. എൽ ഇൻറ്റു ഇനീഷ്യൽ വാല്യൂ എത്രയായിരുന്നോ അതിലുണ്ടായിരുന്ന കറണ്ട്, ആ കറണ്ട് വെച്ചിട്ട് നമ്മൾ വരയ്ക്കും. ഇവിടെ നമുക്ക് ഇനീഷ്യൽ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻഡക്ടർ എൽ എസ് ഇൻറ്റു എൽ എന്ന് മാത്രം എഴുതി. Now KVL write KVL equation for transformed network. ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്കിന് KVL ഇക്വേഷൻ എഴുതി. നമുക്ക് വി കോൺസ്റ്റൻ്റ് ആയിരുന്നു, അപ്പോൾ വി ബൈ എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വി ഓഫ് എസ് ബൈ എസ് എന്ന് എഴുതാം. നമുക്ക് വോൾട്ടേജ് സോഴ്സിന് വി ബൈ എസ്, വി ഇസ് എ കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജ് ആണ്. അപ്പോൾ വി ഓഫ് എസ് അല്ല, വി ബൈ എസ് ആണ് നമുക്ക് വരിക, വി ബൈ എസ്. V by S equal to KVL equation എഴുതുമ്പോൾ നമുക്ക് V by S is equal to R into I of S plus L into S into I of S, LS into I of S. Okay, then അതിൽ നിന്ന് നമുക്ക് I of S കണ്ടുപിടിക്കാം. I of S is equal to V by S divided by R plus S into L എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, ഇതാണ് നമുക്ക് എക്സ്പ്രഷൻ വരുന്നത്. ഇതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും നമ്മൾ 1 ആക്കി നിർത്താൻ ശ്രമിക്കുക. അപ്പോൾ വി ഓഫ് എസ് ഇൻറ്റു എൽ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ. അതായത് ഡിനോമിനേറ്റർ ടൈം എപ്പോഴും നമ്മൾ എസ് പ്ലസ് എ, എസ് പ്ലസ് ബി അതും പറയുമ്പോൾ മാതിരി എസിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും 1 ആക്കി നിർത്താൻ ശ്രമിക്കുക. ഇനി നമ്മളിതിനെ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ആർ ബൈ എല്ലിന് എഴുതാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായി. ഇനി now we have I of s is equal to a by s plus b by s plus r by a. ഇനി എ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം, എ ഇസ് ഈക്വൽ ടു എയുടെ ഡിനോമിനേറ്റർ എസ് ഇൻറ്റു ഐ ഓഫ് എസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എസ് ഇൻറ്റു ഐ ഓഫ് എസിന് നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ വി ബൈ എൽ ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ. എസ് എസ് ക്യാൻസലായി പോകും. ആർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ
V by L divided by RL by L. That is V by R എന്ന് കിട്ടും. Similarly, B is equal to B യുടെ ഡിനോമിനേറ്റർ S plus R by L into I of S and substitute S is equal to minus R by L. ഈ ഡിനോമിനേറ്ററിൻ്റെ റൂട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, which will give S into V by L into S into S plus R by L. സോറി, ന്യൂമറേറ്ററിൽ നമുക്ക് എസ് പ്ലസ് ആർ ബൈ എൽ ആണ്. അത് വിൽ ബി ക്യാൻസൽ ഈച്ച് അതർ. വിൽ ഗെറ്റ് വി ബൈ എൽ ബൈ എസ് ആൻഡ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ. എസ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വി ബൈ എൽ ഡിവൈഡഡ് ബൈ മൈനസ് ആർ ബൈ എൽ. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ ആർ. ഓക്കെ, നൗ ഐ ഓഫ് എസ് എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു V by R divided by S. B is equal to minus V by R divided by S plus R by L. അപ്പോൾ നമ്മൾ V by R പുറത്തേക്ക് എടുത്തു. V by R divided by 1 by S minus 1 by S plus R by L. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. I of S is equal to this time, then taking inverse Laplace of I of S, that is I of t, നമ്മുടെ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ വി ബൈ ആർ അവിടെ പുറത്തേക്ക് എടുത്തു. 1 ബൈ എസിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 1 ബൈ എസിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1 എന്ന് കിട്ടി. ദെൻ 1 ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. അപ്പോൾ ഇ റൈസ് ടു AT 1 by S plus A e raised to ATക്ക് നമ്മൾ 1 by നമ്മൾ നേരത്തെ കുറേ ഈ ലാപ്ലസ് ഇൻവേഴ്സ് ലാപ്ലസും ലാപ്ലസ് ട്രാൻസ്ഫോമും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇ റൈസ് ടു ATയുടെ ലാപ്ലസ് ട്രാൻസ്ഫോം ഈസ് ഈക്വൽ ടു 1 by S മൈനസ് A ആണ്. അപ്പോൾ 1 by S plus A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് AT ആയിരിക്കും. ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് AT. അപ്പോൾ ഹിയർ എ ഇസ് ആർ ബൈ എൽ. അപ്പോൾ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. നമ്മൾ നേരത്തെ ടൈം ഡൊമൈനിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ റെസ്പോൺസ് ഐ ഓഫ് ടി ഇൻ ടൈം ഡൊമൈൻ ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രോബ്ലം ക്യാൻ ബി ഡു ഇൻ സിമിലർ വേ. നമ്മൾ ടൈം ഡൊമൈനിലിട്ട് ബുദ്ധിമുട്ട് ചെയ്യേണ്ട, നമുക്ക് ലാപ്ലേസ് എടുത്തിട്ട് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. വിൽ ഡു ദ എക്സാമ്പിൾ 11.80. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാം RL സർക്യൂട്ട്സിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും. RL സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സർക്യൂട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും മാത്രമേ നമുക്ക് സർക്യൂട്ടിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വിൽ ഡു ദ എക്സാമ്പിൾ 11.80. In the network, the switch is moved from position 1 to 2 at t is equal to 0. Steady state condition having been established in the position 1. Okay. Determine I of t for t greater than 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും നോക്കാം. ഹിയർ വി ഹാവ് എ സ്വിച്ച് അല്ലേ. സ്വിച്ചിന് അപ്വേർഡും ഡൗൺവേർഡും പൊസിഷൻ 1ഉം 2ലും കിടക്കാൻ പറ്റും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ പൊസിഷൻ 1 നിന്ന് 2ലോട്ട് മാറി. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ എങ്ങനെയായിരുന്നു? ദ സ്വിച്ച് ഈസ് അറ്റ് പൊസിഷൻ 1 അല്ലേ. പൊസിഷൻ 1ലായിരുന്നു നമ്മൾ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നുണ്ടായിരുന്നത്. ദെൻ ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്സിൽ എന്തായി? അറ്റ് പൊസിഷൻ 2ലാണ് സ്വിച്ച് കിടക്കുന്നത്. ഓക്കെ, ഇതിന് മുന്നേ എന്തായിരുന്നു? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയിരുന്നു സ്വിച്ച് 1ൽ കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കണ്ടീഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സർക്യൂട്ടിനകത്ത് പൊസിഷനിൽ കിടക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നോക്കാം. ഇനി നമുക്ക് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മൈനസ് ആ സമയത്ത് എങ്ങനെയായിരുന്നു
നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയിരുന്നു എന്ന് പറയുന്നു, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 - നമ്മുടെ നെറ്റ്വർക്ക് സ്വിച്ച് പൊസിഷൻ 1-ലാണ് കിടക്കുന്നുണ്ടായ. പൊസിഷൻ 1-ലെന്ന് പറയുമ്പോൾ നമുക്ക് സ്വിച്ച് ഇതാ ഇങ്ങനെ ഇവിടെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സർക്യൂട്ട് എങ്ങനെ വരും? 10 വോൾട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു, പൊസിഷൻ 1. ദെൻ ആ പൊസിഷൻ 1-ൽ കിടക്കുമ്പോൾ അവിടുന്ന് 1 ഓം റെസിസ്റ്റർ, അവിടുന്ന് നേരെ നമ്മുടെ ഇൻഡക്ടർ. ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലായിരുന്ന സമയത്ത് ഇൻഡക്ടർ എങ്ങനെയായിരുന്നു? ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇൻഡക്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയിരിക്കുന്ന സമയത്ത് ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും. നെറ്റ്വർക്ക് ഹാസ് അറ്റൈൻഡ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, ഹെൻസ് ദ ഇൻഡക്ടർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. ഇൻഡക്ടർ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, കപ്പാസിറ്റർ ആയിരുന്നെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഇൻഡക്ടർ ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. ദെൻ നമുക്കിത് ഇപ്പോഴത്തെ കറണ്ട് ഈ ഇവിടുത്തെ വോൾട്ടേജ് 10 വോൾട്ടാണ്, റെസിസ്റ്റൻസ് 1 ഓം ഉണ്ട്. നൗ ഐ ഓഫ് 0 ടി ഈസ് ഈക്വൽ ടു 0 കറണ്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇൻഡക്ടർ കൂടെ പോയിക്കൊണ്ടിരുന്ന കറണ്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഐ ഓഫ് 0 ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് 10 ആംപിയർ. ഓക്കെ, ദെൻ ഈ ഇൻഡക്ടർ കറണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0+ എത്തിക്കഴിഞ്ഞാൽ ഐ ഓഫ് 0+, ഇൻഡക്ടർ കൂടെ പോകുന്ന കറണ്ട്, ഇനീഷ്യൽ കറണ്ട് എത്ര തന്നെ ഉണ്ടായിരിക്കും? ഈ സെയിം കറണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഐ ഓഫ് 0- എത്രയാണോ അത് തന്നെയായിരിക്കും ഇൻഡക്ടർ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടി ഗ്രേറ്റർ ദാൻ 0യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇപ്പോഴത്തെ സർക്യൂട്ട് വരയ്ക്കുന്നു. അപ്പോൾ സ്വിച്ച് പൊസിഷൻ 2-ലോട്ട് മാറി. അപ്പോൾ നമ്മുടെ പൊസിഷൻ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ 10 വോൾട്ട് സപ്ലൈ അവിടുന്ന് പോയി 2. ദെൻ 1 ഓം ഇവിടെ തന്നെയുണ്ട്, 1 ഓം ഇവിടെ തന്നെ. എഗെയിൻ നമ്മുടെ ഇൻഡക്ടർ 1 ഹെൻറി. ഇതാണ് ടി ഈസ് ഗ്രേറ്റർ ദാൻ 0-ൽ അല്ലെങ്കിൽ 0+-ൽ നമ്മുടെ ഇപ്പോഴത്തെ സർക്യൂട്ട്. ഇത് സ്വിച്ച് പൊസിഷൻ 2-ലോട്ട് വന്നു നമ്മുടെ ഇവിടെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടി ഗ്രേറ്റർ ദാൻ 0-ൽ സ്വിച്ച് പൊസിഷൻ 2-ലേക്ക് മാറി. ആ സമയത്ത് നമ്മുടെ സർക്യൂട്ടിനെ എന്ത് ചെയ്യണം? ഇൻഡക്ടറിന് ഇനീഷ്യൽ ചാർജ് ഉണ്ടായിരുന്നു, ഒരു 10 ആംപിയർ അത് കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്. അപ്പോൾ 1 ഓം റെസിസ്റ്റൻസ്, ഇവിടെ നമുക്ക് കറണ്ട് മാർക്ക് ചെയ്യാം ഐ ഓഫ് ടി അല്ലെങ്കിൽ ഐ ഓഫ് ടി പ്ലസ്, എന്താണെന്ന് വെച്ചാൽ അത് ഐ ഓഫ് എസ് എന്നോ ഐ ഓഫ് ടി എന്നോ എന്താണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഐ ഓഫ് ടി കിടക്കട്ടെ, ഐ ഓഫ് ടി. ദെൻ ഇവിടെയും 1 ഓം, റെസിസ്റ്റൻസിന് മാറ്റമൊന്നും ഇല്ല. ദെൻ ഇൻഡക്ടർ മാറി. ഇൻഡക്ടർ മാറുമ്പോൾ നമ്മൾ ഇൻഡക്ടർ എൽ 1 ഹെൻറി ഉണ്ടായിരുന്നത് 1 ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ എൽ എസ്. ഓക്കെ, ഇൻഡക്റ്റൻസ് വാല്യൂ എത്രയാണോ, ദെൻ ഇനീഷ്യൽ വാല്യൂ ഉണ്ടായതുകൊണ്ട് ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ കാണിക്കണം. വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ കറണ്ട് ഐ ഓഫ് 0/s. നേരത്തെ നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് അവിടെ ട്രാൻസ്ഫോമർ സർക്യൂട്ടിനകത്ത് വരച്ചു. ഇനി ഇതിനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറണ്ട് വിൽ ബി ഐ ഓഫ് എസ്. Then our transformed circuit will be like this. L1 ആയതുകൊണ്ട് നമ്മൾ ഇൻഡക്റ്റൻസ് 1 × S. ദെൻ വോൾട്ടേജ് സോഴ്സ് എത്ര കിട്ടും നമുക്ക്? ഐ ഓഫ് 0 നേരത്തെ 10 കിട്ടി ബൈ എസ്. ദെൻ ഐ ഓഫ് എസ്. റെസിസ്റ്റൻസ് ആർ 1 ഓം ഈച്ച്. ഇനി ഇതിൻ്റെ KVL, അപ്ലൈ KVL ടു ദ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് 1 × അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആകുമ്പോൾ -1 × ഐ ഓഫ് എസ്, -1 × ഐ ഓഫ് എസ്, ദറ്റ് ഈസ് ഐ ഓഫ് എസ്. ദെൻ ഇൻഡക്റ്റൻസിൻ്റെ ആകുമ്പോഴും വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ മൈനസ് തന്നെ എഴുതണം. S × 1s ആണ്, അപ്പോൾ S × ഐ ഓഫ് എസ്. ദെൻ കറണ്ട് ഈസ് എൻറ്ററിങ് ടു ദ നെഗറ്റീവ് പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ നമുക്ക് 10/L ആണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് വരിക. 10/S അല്ല, 10/L ആയിരിക്കും നമുക്ക് വോൾട്ടേജിൽ വരിക. അപ്പോൾ ഇൻഡക്റ്റൻസ് I0/L അല്ലേ, സോറി I0/L നോട്ട് S. വോൾട്ടേജ് സോഴ്സ് വിൽ ബി 10/L എന്ന് പറയുമ്പോൾ 10/1, ദാറ്റ് ഈസ്
10. അപ്പോൾ നമുക്ക് മൊത്തം സൊല്യൂഷൻ അതിൻ്റെ ഐ ഓഫ് എസ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? +10 = 0. നമുക്ക് ഐ ഓഫ് എസ് -2 I of s minus s into I of s plus 10 = 0. Then 10 അവിടെ നിർത്തിയിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ I of s into 2 plus s = 10 എന്ന് കിട്ടും. From that I of s is equal to 10 by s plus 2. Okay, then taking inverse Laplace transform. Taking inverse Laplace transform, we will get I of s മാറുമ്പോൾ I of t ആയി. 10 കോൺസ്റ്റൻ്റ് ആണ്. 1 by s plus 2 e raised to minus 2t for t greater than 0. This will be the final answer. I of t is equal to e raised to I of t is equal to 10 into e raised to minus 2t for t greater than 0. വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ആ ഇൻഡക്ടറിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻഡക്റ്റൻസിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ മാറ്റുമ്പോൾ വോൾട്ടേജ് സോഴ്സ് ഒരു മിനിറ്റ്, ഇൻഡക്ടറിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ മാറ്റുമ്പോൾ L × I of 0, L × I of 0, ഇവിടെ നമുക്ക് L × I of 0 ആണ് വരിക. ഇവിടെ നമുക്ക് L 1 ആയതുകൊണ്ടാണ് തെറ്റിപ്പോവാനത്. അപ്പോൾ ഇവിടെ L × 1 × 10 എന്നാണ് വരിക, L × I of 0. ഓക്കെ, കറണ്ട് സോഴ്സ് ആക്കി പാരലായിട്ട് കറണ്ട് സോഴ്സ് വെക്കുമ്പോഴാണ് I of 0/s വരുന്നത്. സോറി, ഞാൻ ഒരു കൺഫ്യൂഷൻ വരുത്തിയതാണ്. പക്ഷെ നമ്മൾ ഫൈനൽ ആൻസർ ഇതിൽ മാറ്റം വന്നിട്ടില്ല. അടുത്ത പ്രോബ്ലം നമുക്ക് ഒന്നുകൂടി ചെയ്യാം. എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തത് 11.80 ആണ്. 11.81 നോക്കാം. 11.81 ഒരു നെറ്റ്വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. Okay, 11.81. അതിനകത്ത് നെറ്റ്വർക്ക് വാസ് ഇനീഷ്യലി ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ and at t is equal to 0 switch goes from position A to B. Find the expression for V of t. അപ്പോൾ നമുക്ക് രണ്ട് സ്വിച്ച് പൊസിഷൻ ഉണ്ട്. A to B എന്ന് മാറി, t is equal to 0 അതിന് എങ്ങോട്ട് മാറി? A നിന്ന് ബിയിലോട്ട് മാറി. അപ്പോൾ t is equal to 0 മൈനസിൽ എവിടെയായിരുന്നു? എയിലായിരുന്നു, പൊസിഷൻ എയിലായിരുന്നു. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? അറ്റ് t is equal to 0 minus, our network will be like this. 2 volt will be here, 2 ohm. Then position A 2 ohm. പൊസിഷൻ ബിയിലേക്ക് കണക്ഷൻ ഒന്നുമില്ല, അപ്പോൾ ബാക്കി ഭാഗം അവിടെ സെപ്പറേറ്റ് ചെയ്ത് നിന്നു. ഓക്കെ, ഇങ്ങനെയായിരിക്കും 2 ohമിൽ കിടക്കുന്നുണ്ടാവുക. I of 0 minus 2 volt. ദെൻ സ്റ്റഡി സ്റ്റേറ്റ് ആയിരുന്നുകൊണ്ട് നമുക്ക് എന്താവും? ഈ ഇൻഡക്ടർ, ദിസ് ഇൻഡക്ടർ ക്യാൻ ബി ഷോർട്ട് സർക്യൂട്ടഡ്. ആ ഇനീഷ്യൽ കണ്ടീഷനിൽ നമ്മുടെ സർക്യൂട്ട് വാസ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഈ 2 ohമിനെ മാത്രം എഴുതിയാൽ മതി. ഇൻഡക്ടർ വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ I of 0 മൈനസ് ഇനീഷ്യൽ ഇൻഡക്ടർ കറണ്ട് എത്ര ഉണ്ടായിരിക്കും നോക്കി കഴിഞ്ഞാൽ 2V/R, 2 volt divided by 2 ohm, that is 1 ampere. അപ്പോൾ ദിസ് കറണ്ട്, ഇനീഷ്യൽ കറണ്ട്, അപ്പോൾ അറ്റ് t is equal to 0 minus the network attained a steady state condition. Hence the inductor 2 Henry, നമ്മൾ നേരത്തെ വരച്ച 2 Henry will act as a short circuit. അപ്പോൾ I of 0 minus what we have 1 ampere, that is the current in the inductor. ഇനീഷ്യലി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ t is equal to 0 പ്ലസിലും സെയിം കറണ്ട് തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇൻഡക്ടർ കറണ്ട് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറ്റ് t is equal to 0 the circuit will be like this. എങ്ങനെയുണ്ടായിരിക്കും? ബിയിലോട്ട് മാറി, സ്വിച്ച് ബിയിലോട്ട് മാറി അറ്റ് ബി. ദെൻ
2 ഹെൻറി ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1 ഓം. സിമിലർലി 1 ഹെൻറി ഇവിടെ വി ഓഫ് ടി പ്ലസ് മൈനസ് 1 ഓം 1 ഹെൻറിയാണ്, 2 ഹെൻറി അല്ല 1 ഹെൻറി. ഓക്കെ, ഇനി ഈ നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് വെൻ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്കായി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇരുന്നിരുന്ന 2 ഹെൻറി അതിന് നമ്മൾ 2s എന്ന് എഴുതി. ദെൻ അതിന് സീരീസ് ആയിട്ടൊരു വോൾട്ടേജ് സോഴ്സ് വെച്ചു. കാരണം അതിനെന്താ ഇനീഷ്യൽ ചാർജ് ഉണ്ട്. അതിൻ്റെ ഇനീഷ്യൽ ചാർജ് എത്രയായിരുന്നു? 1 ആംബിയർ ഇൻറ്റു ഇൻഡക്റ്റൻസ് വാല്യൂ 2. അപ്പോൾ 1 ഇൻറ്റു 2. ദെൻ നമ്മൾ രണ്ടാമതിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ആണ്, അതിനെ മാറ്റാനൊന്നുമില്ല, സെയിം റെസിസ്റ്റൻസ് തന്നെ 1 ഓം. ദെൻ മൂന്നാമത് വരുന്ന 1 ഹെൻറിയാണ്. 1 ഹെൻറിക്ക് ഇനീഷ്യൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ 1s എന്ന് മാത്രം മാറ്റി എഴുതി, 1s. ദെൻ വി ഓഫ് ടീനെ മാറ്റി വി ഓഫ് എസ് ആക്കി. ഓക്കെ, ദെൻ ഇതിൻ്റെ നമുക്ക് എക്സ്പ്രഷൻ ഫോർ വി ഓഫ് എസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്രഷൻ ഫോർ വി ഓഫ് എസ്. അപ്പോൾ നമുക്ക് കെ വി എൽ അല്ല, നമുക്ക് ഇതിനകത്ത് കെ സി എൽ അപ്ലൈ ചെയ്യാം. കെ സി എൽ അറ്റ് ദ എനി നോഡ്. ഈ സർക്യൂട്ടിനകത്ത് ഒരു നോഡിനകത്ത് നമ്മൾ കെ സി എൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഈ നോഡിൽ നമുക്ക് നോക്കാം. ഹിയർ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ എലിമെൻറ്റിനെ ക്രോസുള്ള വോൾട്ടേജ്, ഓരോ ബ്രാഞ്ചിനെ ക്രോസുള്ള വോൾട്ടേജ് വി ഓഫ് എസ് ആണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് നമുക്ക് എന്താ, ഫസ്റ്റ് ബ്രാഞ്ചിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിൽ നമുക്ക് ഇതാണ് ബ്രാഞ്ച്, ഈ ഒരു ബ്രാഞ്ചിനെ ക്രോസ് വി ഓഫ് എസ് വരുന്നുണ്ട്. ദെൻ ഒരു 2 വോൾട്ട് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ വി ഓഫ് എസ് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി ഓഫ് എസ് ബൈ 2 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് 2s ആണ്. ദെൻ രണ്ടാമത്തെ ബ്രാഞ്ചിനെ വി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 ഓം. അപ്പോൾ 1 ആ ബ്രാഞ്ചിലെ കറണ്ട് പ്ലസ് വി ഓഫ് എസ് ബൈ എസ് ഈക്വൽ ടു 0. 3 കറണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് എന്താണ് ഈ ഓപ്പൺ സർക്യൂട്ടിലാണ് പോകുന്നത്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഓഫ് എസിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. വി ഓഫ് എസ് ബൈ 2s പ്ലസ് വി ഓഫ് എസ് ബൈ 1 പ്ലസ് വി ഓഫ് എസ് ബൈ 3 പ്ലസ് 2 ബൈ 2s ദാറ്റ് ഈസ് 1 ബൈ s ഈക്വൽ ടു 0, വിച്ച് ഗീവ്സ് വി ഓഫ് എസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ 2s പ്ലസ് 1 പ്ലസ് 1 ബൈ 3 ഈക്വൽ ടു മൈനസ് 1 ബൈ s. This is not 3, this is s. അപ്പോൾ വി ഓഫ് എസ് ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2s പ്ലസ് 1 ബൈ എസ്, അപ്പോൾ 3 ബൈ 2s ഈക്വൽ ടു മൈനസ് 1 ബൈ എസ്. ഫ്രം ദാറ്റ് വി ഓഫ് എസ് is equal to minus 1 by s divided by minus 1 by s divided by 1 plus 3 by 2s, which is equal to minus 1 by s divided by 3 plus 2s by 2s. Denominator s cancel ആയി പോകും. അപ്പോൾ മൈനസ് 1 by 3 by 2 എന്ന് പറയുമ്പോൾ 1.5, 2 by 2 plus s. Now we have v of s is equal to minus 1 by s plus 1.5. Then നമുക്ക് v of t ഇൻവേഴ്സ് ലാപ്ലേസ് എടുത്ത v of t is equal to 1 by s plus a. അപ്പോൾ e raised to minus a t. അപ്പോൾ v of t is equal to minus 1 into e raised to minus 1.5 t for t greater than 0. This will be the answer. Okay.
Now we will do one more problem, that is 11.82. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. 10 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒറ്റയടിക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്കപ്പോൾ in the network in the figure, the switch is opened at t is equal to 0. Find I of t. t is equal to 0 എന്ത് ചെയ്തു, സ്വിച്ച് ഓപ്പൺ ചെയ്തു, സ്വിച്ച് ഓപ്പൺ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ എന്തായിരുന്നു, സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു, സ്വിച്ച് വാസ് ക്ലോസ്ഡ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ നമുക്ക് നെറ്റ്വർക്ക് വരച്ച് നോക്കാം. ടി ഈസ് ഈക്വൽ ടു സ്വിച്ച് ഈസ് ക്ലോസ്ഡ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലും ആയിരുന്നു. അപ്പോൾ ഇൻഡക്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഇടുക. ദെൻ 10 ohm, 3 ohm ആൻഡ് 6 ohm. ദിസ് ഈസ് ഇവിടുത്തെ കറണ്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്, ഐ ഓഫ് 0 മൈനസ്. ഈ ഇൻഡക്ടർ കൂടെ പോയിരുന്ന കറണ്ട് നമുക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഐ ഓഫ് ടി ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഐ ഓഫ് ടി. ദെൻ ഇൻഡക്ടർ കൂടെ പോയിക്കൊണ്ടിരുന്ന കറണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ, ഇപ്പം ഞാൻ വരച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ നമ്മൾ ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇൻഡക്ടറിൻ്റെ 0 മൈനസ് ഐ എൽ 0 മൈനസ് എന്ന് എഴുതി. ഓക്കെ, നൗ ടോട്ടൽ കറണ്ട് വോൾട്ടേജ് ഈസ് 36, 10 ohm, 3 ohm, 6 ohm. ടോട്ടൽ കറണ്ട് ഐ ടി എന്ന് പറഞ്ഞു. ഐ ടി എത്രയാണ്, ഐ ടി ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് 36 ബൈ ടോട്ടൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ്. 6ഉം 3ഉം പാരലലാണ്, അതും 10ഉം സീരീസ് ആണ്. അപ്പോൾ 10 പ്ലസ് 3 പാരലൽ 6, 3 പാരലൽ 6 ആകുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പോൾ 36 ബൈ 10 പ്ലസ് 2 ദാറ്റ് ഈസ് 3 ആംപിയർ ആണ് ഈ ടോട്ടൽ കറണ്ട്. അതായത് ഈ ടോട്ടൽ കറണ്ട് 3 ആംപിയർ. ബട്ട് വി നീഡ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ 3 ohm. അതാണ് ഇൻഡക്ടർ കൂടെയുള്ള ഇനീഷ്യൽ കറണ്ട് ഐ എൽ 0 മൈനസ്. അപ്പോൾ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ ബ്രാഞ്ച് 6 അല്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 6 പ്ലസ് 3. ഇവിടെ വരുന്ന 3 ohm 3 ആംപിയർ 3 ഓമിലോട്ടും ഇങ്ങോട്ടുമായി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഇവിടേക്ക് 6 ആംപിയർ 6 ഓമിലോട്ട് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് കുറച്ച് കറണ്ടും 3 ഓം കൂടെ കൂടുതൽ കറണ്ട് ആയിരിക്കും പോകുന്നുണ്ടാവുക. ശരിക്കും 3 ആംപിയർ വരുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങോട്ട് 2 ഇങ്ങോട്ട് 1 ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 18/9 2 ആംപിയർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഇനീഷ്യൽ കറണ്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. അപ്പോൾ നമുക്ക് ഐ എൽ 0 മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ ഐ എൽ ഓഫ് 0 പ്ലസ് ഈസ് ഓൾസോ 2 ആംപിയർ. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇത് ചെയ്ത് വെച്ച് നമുക്ക് പകുതി മാർക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, സ്വിച്ച് ടി ഈക്വൽ ടു 0 പ്ലസ്, ആ സമയത്ത് എന്ത് ചെയ്തു, സ്വിച്ച് ഓപ്പണായി, സ്വിച്ച് ഓപ്പൺ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ വരും, നമ്മുടെ സർക്യൂട്ടിനകത്ത് നിന്ന് 3 ഓമും ഇൻഡക്ടറും പിന്നെ 6 ohm റെസിസ്റ്ററും ഇത്രയും മാത്രമായി മാറി. ഐ ഓഫ് ടി ഇവിടെ കിടക്കുന്നുണ്ട്, ഐ ഓഫ് ടി കിടക്കുന്നുണ്ട് 6, 3 ohm. ദെൻ ഈ ഇൻഡക്ടർ കൂടെ 0.1 ഹെൻറിയാണ്, അതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്തു, നേരത്തെ കറണ്ട് പോകുന്നുണ്ടായി. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, ട്രാൻസ്ഫോം ഇൻറ്റു എസ് ഡൊമൈൻ. അപ്പോൾ 3 ohm അതുമാതിരി തന്നെ ഇൻഡക്ടർ നമുക്ക് 0.1 ഹെൻറി ഉണ്ട്. അപ്പോൾ 0.1 അതായത് എൽ ഇൻറ്റു എസ്, എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അതിന് സീരീസ് ആയിട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇനീഷ്യൽ കറണ്ട് 2 ആംപിയർ ഇൻറ്റു ഇനീഷ്യൽ കറണ്ട് ഇൻറ്റു 2 ആംപിയർ ഇൻറ്റു എൽ, എൽ ഈസ് 0.1. അപ്പോൾ അതിനെ ട്രാൻസ്ഫോം ചെയ്തു. ദെൻ 6 ഓമിന് മാറ്റമൊന്നുമില്ല. ഐ ഓഫ് ടീനെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു, ഐ ഓഫ് എസ് എന്ന് എഴുതി. ഇനി ഇതിനെ കെ വി എൽ എഴുതുക, കെ വി എൽ ഇക്വേഷൻ ഫോർ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഐ ഓഫ് എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, എൻ്ററിങ് ടു ദ പോസിറ്റീവ് പോളാരിറ്റി. അപ്പോൾ 2 ഇൻറ്റു 0.1 അപ്പോൾ -0.2. ദെൻ ഇൻഡക്ടറിനെ ക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആകുമ്പോൾ 0.1 എസ് ഇൻറ്റു ഐ ഓഫ് എസ്.
Then 3 resistance 3 ohm, 3 minus 3 into I of s minus 6 into I of s equal to 0. Now we have 0.1 I of s minus, അപ്പോൾ നമുക്ക് 0.2 equal to rearrange ചെയ്യാം. 0.2 equal to I of s ൻ്റെ ടേംസ് I of s ഇൻറ്റു ഫസ്റ്റ് വൺ അപ്പുറത്തോട്ട് പോകുമ്പോൾ 0.1 s അതേപോലെ പ്ലസ് 9. ഫ്രം ദാറ്റ് I of s is equal to 0.2 divided by 0.1 s പ്ലസ് 9. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഈ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കി നിർത്തണം. അപ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 0.1 നമ്മൾ പുറത്തേക്ക് എടുത്തു. എസ് പ്ലസ് 9 മാറുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 0.1 അപ്പോൾ 90 നമുക്ക് കിട്ടും. അപ്പോൾ 0.2 ബൈ 0.1 ദാറ്റ് ഈസ് 2 by s plus 90, that is I of s. Now take the inverse Laplace of I of s. We will get I of t is equal to Laplace inverse of 2 by s plus 90. s plus a യുടെ നമുക്കറിയാം എന്താണ്, 2 അവിടെ തന്നെ നിൽക്കും, e raised to minus 90t for t greater than 0. This will be the expression for I of t. ഇത് കുറേ തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഇൻഡക്ടർ കൂടെ ഉള്ള കറണ്ട് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ഭാഗത്താണ് മിസ്റ്റേക്ക് പലപ്പോഴും സംഭവിക്കാറ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 11.85 വരെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കിട്ടാത്ത ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക, ഞാൻ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലം എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാലും മതി. ഇത്രയും ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ RC റെസിസ്റ്റൻസ് കപ്പാസിറ്റീവ് സർക്യൂട്ട്സ് നോക്കും. RC അല്ലെങ്കിൽ RL എന്നാണ് മെയിൻലി നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നന്നായി കറക്റ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ച് സുഖമായിട്ട് നമുക്കൊരു 14 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്.